ഹരേ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഭക്തി സാന്ദ്രമായ കാവ്യമാണ് നാരായണീയം. നാരായണനെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന നാരായണീയം എന്ന ഗ്രന്ഥം ഭാഗവതത്തിന്റെ സംഗൃഹീത രൂപമാണ്. നാരായണീയത്തെയും അതിന്റെ ഉപജ്ഞാതാവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെയും ആദരിക്കുവാൻ എല്ലാ വർഷവും വൃശ്ചികം 28 നാരായണീയ ദിനമായി ആചരിച്ചു പോരുന്നു. നാരായണീയ നിത്യ പാരായണത്തിലൂടെ രോഗങ്ങളും കടബാധ്യതകളും നീങ്ങി ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രീതിക്ക് കാരണമാകും എന്നാണ് ഉറച്ച വിശ്വാസം. കൂടാതെ നാരായണീയ ദിനത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം അത്യുത്തമം അത്രേ. നാരായണീയ ഉത്ഭവ കഥ. ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി പക്ഷവാതം പെട്ട് കിടപ്പിലായി. അദ്ദേഹത്തിന്റെ യാതന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തന്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാതരോഗത്തെ തന്റെ ശരീരത്തിലാക്കി ഗുരുവിന്റെ കഷ്ടത അകറ്റി. പിന്നീട് ഭട്ടതിരി രോഗശാന്തിക്ക് ഉപായം അന്വേഷിച്ച് ഒരാളിനെ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാ പിതാവുമായിരിക്കുന്ന എഴുത്തച്ഛന്റെ അടുക്കലേക്ക് അയച്ചു. അദ്ദേഹം മീൻ തൊട്ടു കൂട്ടുവാൻ ഉപദേശിക്കുകയും ചെയ്തു. ഇതു കേട്ടയുടൻ ബുദ്ധിമാനായ മേൽപ്പത്തൂർ അതിന്റെ സാരം മനസ്സിലാക്കുകയും ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി മത്സ്യ അവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണന്റെ ലീലാവിലാസങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള നാരായണീയം എന്ന സംസ്കൃത സ്തോത്ര കാവ്യത്തിന്റെ രചന ആരംഭിക്കുകയും ചെയ്തു. 14,000 ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തിന്റെ അതിന്റെ സാരം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ 1034 ശ്ലോകങ്ങളാക്കി ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. ഭട്ടതിരിപ്പാടിന്റെ 27-ാം വയസ്സിലാണ് ഇത് രചിച്ചത്. 100 ദശകങ്ങളായി 100 ദിവസം കൊണ്ടാണ് ഇത് എഴുതിത്തീർത്തത്. ഓരോ ദിവസവും ഓരോ ദശകം വീതം അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. 100-ാം ദിവസം രോഗവിമുക്തനാവുകയും ചെയ്തു. ആയുരാരോഗ്യ സൗഖ്യത്തോടെ സ്വഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. പ്രസിദ്ധമായ കേശാദിപാദ വർണ്ണന 100-ാം ദശകത്തിലാണ്. നാരായണീയം പരിസമാപ്തിയിലേക്ക് എത്തിയത് വൃശ്ചികം 28-ാം തീയതി ആയതിനാലാണ് ഈ ദിനത്തെ എല്ലാവരും നാരായണീയ ദിനമായി ആചരിക്കുന്നത്. അന്നേ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വിശേഷ ദിനമായി ആചരിക്കുന്നു. നാരായണീയ സ്തോത്രം ഒരു ദിവ്യ ഔഷധത്തിന്റെ ഫലമാണ് ഭട്ടതിരിപ്പാടിന് നൽകിയത്. ഭക്തി മാർഗമായിരുന്നു ഭട്ടതിരിപ്പാടിന്റെ. അദ്ദേഹത്തിന്റെ ഭക്തിമാർഗം നാരായണത്തിൽ ഉടനീളം തെളിഞ്ഞു നിൽക്കുന്നു. ചുരുക്കത്തിൽ ഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ നൽകിയ വിലമതിക്കാനാകാത്ത കാണിക്കയാണ് നാരായണീയം. ഒപ്പം നമ്മൾക്കും ഭഗവാൻ അനുഗ്രഹിച്ചു തന്നതാണ് നാരായണീയം. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.